So glad to see you all here this morning. എല്ലാവരെയും ഇന്ന് രാവിലെ കണ്ടതിൽ സന്തോഷം. And it's so good that you could come and attend the service instead of watching on YouTube. Many people are watching on YouTube, but you could come and be here for the service. അനേകർ ഇന്ന് യൂട്യൂബിലാണ് സർവീസ് ആരാധനയിൽ പങ്കുചേരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആളാൽ വ്യക്തിപരമായിട്ട് വന്ന് പങ്കെടുക്കാൻ ദൈവം തന്ന അവസരത്തിനായിട്ടും ദൈവത്തിനെ സ്തുതിക്കുന്നു. There are many who desire to come, but they're not able to come. But praise God that you have made a decision to be here and experience fully about the church life on Sunday morning. ഒത്തിരി പേര് വരാനായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷെ അവർക്ക് വരാൻ പറ്റാതെ ഉണ്ട്. പക്ഷേ നിങ്ങൾ വരാൻ തീരുമാനിച്ച് അത് ഒരു തീരുമാനമെടുത്ത് വന്ന് സഭ കൂട്ടായ്മയിൽ പങ്കുചേരാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. You see, I really don't know how much you are receiving from the teaching that is going on here from the pulpit. ഈ പുൾപിറ്റിൽ നിന്ന് തരുന്ന പഠിപ്പീര് എത്ര പേര് എത്രമാത്രം അത് സ്വീകരിക്കുന്നു, എത്രമാത്രം അത് ഗ്രഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. But it also depends on what you really want from the teaching. പക്ഷെങ്കിൽ അതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഈ നമുക്ക് കിട്ടുന്ന പഠിപ്പീരിൽ നിന്ന് ഉപരിയായിട്ടല്ല, that it based on what you want from the teaching. ഈ പഠിപ്പീരിൽ നിന്ന് നമ്മൾ എന്ത് പ്രാപിക്കാനാണ് ആഗ്രഹിക്കുന്നത്? You see, when God put a tree in the middle of the garden called the knowledge of good and evil. നന്മ തിന്മയെക്കുറിച്ച് അറിയുന്നതിൻ്റെ ആ വൃക്ഷം ദൈവം ആ തോട്ടത്തിന്റെ നടുവിൽ വെച്ച സമയത്ത് Most of us don't realize the importance of the name of that tree. ആ വൃക്ഷത്തിന്റെ പേരിന്റെ പ്രാധാന്യം നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല. All we think is that man disobeyed by eating of the fruit of that tree, and that is how sin entered the world. നമ്മൾ ഇത്ര മാത്രമേ കാണുന്നുള്ളൂ. മനുഷ്യന് അനുസരണക്കേട് കാണിച്ചു, അതിന്റെ പഴം കഴിച്ചു, അതുകൊണ്ട് പാപം ലോകത്തിൽ വന്നു. But please note that the name of the tree was called a knowledge of good and evil. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ആ വൃക്ഷത്തിന്റെ പേര് നന്മ തിന്മകളെ തിരിച്ചറിയുന്നതിന്റെ ജ്ഞാനം എന്നുള്ള അതിന്റെ വൃക്ഷം. And in fact, God even told like this, now man has become just like us because he has eaten of that tree. അത് അവിടെ ഇത്രയും വരെ പറയുന്നു, ഈ മനുഷ്യൻ ഈ വൃക്ഷത്തിന്റെ പഴം കഴിച്ചതിനാൽ ഇവര് നമ്മളെപ്പോലെ ആയിത്തീർന്നു എന്ന് ദൈവം പറയുന്നതായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. So you see, in one sense, man has now a knowledge of good and evil, an inner capacity to know what is good and what is evil. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇന്ന് അതുകൊണ്ട് മനുഷ്യന് നന്മ എന്തുവാ തിന്മ എന്തുവാ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് പ്രാപിച്ചു. So let me ask you a question this morning. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു. What do you really want? What is in your heart? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത്? Are you desiring to know what is good and what is evil, or are you just happy with knowing what is success and what is failure? നന്മ എന്തുവാ തിന്മ എന്തുവാണ് ദുഷ്ടത എന്തുവാണെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ, അതോ ജയവും തോൽവിയെ കുറിച്ചും അറിഞ്ഞാൽ മതിയോ? Blessing and curse, is that all that you want to know, or do you want to know about good and evil? നന്മ എന്തുവാ തിന്മ എന്തുവാ അതറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, അതോ അനുഗ്രഹവും ശാപത്തെ കുറിച്ചും അറിഞ്ഞാൽ മതിയോ? You see, of course, we need to know everything that God gives to us. ദൈവം നമ്മൾക്ക് തരുന്നതെല്ലാം അതിനെ എല്ലാത്തിനെ കുറിച്ചും നമ്മൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. What are we really eagerly desiring inside? പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്തിനെ കുറിച്ചാണ് വാഞ്ചയുള്ളത്? എന്തറിയണം എന്നാ വാഞ്ച ആഗ്രഹം? That shows how you will benefit from being part of this church. ആ ആഗ്രഹം എത്രമാത്രമുണ്ട് അതനുസരിച്ചിരിക്കും സഭാ കൂട്ടായ്മയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര പ്രയോജനം വരും എന്ന് കാണിക്കുന്നത്. ഇതിനെക്കാട്ടിലും ഉപരിയായിട്ട് വേറെ ഒന്നും നിങ്ങൾക്ക് വിളമ്പി തരാനായിട്ടില്ല. Along with man eating of that fruit, you know what happened? Another thing happened to him. മനുഷ്യന് ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചതും കൊണ്ട്
അതിൻ്റെ ഒപ്പം വേറെ എന്തോ സംഭവിച്ചെന്നറിയാമോ? Shame came upon him. മനുഷ്യന്റെ മേൽ ലജ്ജ വന്നു. Because the guilt of sin came upon him. കാരണം എന്തുവാ? പാപത്തിന്റെ ലജ്ജ, പാപം കാരണമുള്ള കുറ്റബോധം മനുഷ്യന്റെ മേൽ വന്നു. He wanted to cover himself. പെട്ടെന്ന് മനുഷ്യൻ എന്താ ആഗ്രഹിച്ചത്? തന്നെത്താൻ മൂടാനായിട്ട് ശ്രമിച്ചു. Because he began to see it was not good that he remained naked. മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാകാൻ തുടങ്ങി, അയ്യോ ഞാന് നഗ്നനാണ്, അത് നല്ലതല്ല എന്ന് തോന്നി പെട്ടെന്ന് മൂടാൻ ശ്രമിച്ചു. Because you see, he knew that instinctively the moment sin entered him, he knew that he had to hide himself. ആ പാപം മനുഷ്യന്റെ ഉള്ളിൽ കയറിയ നിമിഷം തന്നെ മനുഷ്യന് പെട്ടെന്ന് ബോധം വരാൻ തുടങ്ങി, അയ്യോ എനിക്ക് ഞാൻ തന്നെത്താൻ മൂടണമല്ലോ എന്ന്, മറയ്ക്കണമല്ലോ എന്ന്. And he tried to hide himself with the fig leaves, but when God came, he knew the fig leaves was not enough. അവൻ തന്നെത്താൻ ആ അത്തി ഇലയും കൊണ്ട് മറയ്ക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആ അത്തിയുടെ ഇല സ്ഥാനമില്ല. So he ran and hid himself in the garden, and God asked, "Where are you, Adam?" പെട്ടെന്ന് എന്ത് ചെയ്തേ? വൃക്ഷത്തിന്റെ കീഴിൽ മറയിൽ മറഞ്ഞു ഒളിഞ്ഞു നിന്നു. അപ്പം ദൈവം ചോദിച്ചു, ആദാമേ നീ എവിടെ? I was afraid because I was naked, he said. ആദാം എന്ത് പറഞ്ഞത്? ഞാൻ നഗ്നനായിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയം തോന്നുന്നു എന്ന്. Who told you you were naked? നിന്നോട് ആരാ പറഞ്ഞത് നീ നഗ്നനാണ് എന്ന്? You see, today we know deep inside when we do something good and we have been involved in something evil. Today we know. നമ്മൾ നല്ല ചില കാര്യത്തിനകത്ത് ഏർപ്പെടുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ദുഷ്ടതയിലും വേണ്ടാത്ത കാര്യത്തിനകത്ത് നമ്മൾ ഏർപ്പെടുമ്പോഴും നമുക്ക് അറിയാം. But you know the sad thing? അതിന്റെ ദുഃഖകരമായ കാര്യം എന്താണെന്നറിയാമോ? ദുഃഖം എന്ന് പറയട്ടെ, we know what is good and we are not able to do it. നമുക്ക് നല്ലതെന്ത് എന്ന് നമുക്ക് അറിയാം, പക്ഷെങ്കിൽ അത് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. We know what is evil. We know it is bad for us, and yet we destroy ourselves. നമുക്കറിയാം ദുഷ്ടത എന്തുവാണെന്ന്, നമുക്കിത് നല്ലതല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും നമ്മളെ തന്നെ നാശത്തിലോട്ട് നശിപ്പിക്കാനായിട്ട് ആ പടിയെടുക്കുന്നു. God warned Cain when he was about to commit murder. കയീൻ കൊലപാതകം ചെയ്യാനായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു കയീനോട്. Cain, sin is crouching at your door. പാപം നിന്റെ വാതിൽക്കൽ മുട്ടുന്നു. You have to master it or it will master you. നീ അതിനെ ജയിക്കണം, അല്ലെങ്കിൽ അത് നിന്നെ ജയിക്കും. ദുഃഖം എന്ന് പറയട്ടെ, അന്ന് മുതൽ നമ്മളെല്ലാവരും തോറ്റുകൊണ്ടിരിക്കുകയാണ്. The sad thing is that from that day onwards we are all failing. കയീന്റെ തോൽവി നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നു. The failure that Cain had in his life we see in all our lives also. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ചെയ്യാൻ സാധിക്കുന്നില്ല. We know what is good but we cannot do it. തിന്മ എന്താണെന്ന് അറിയാം, എന്നാലും നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. We know what is evil and we are doing what is evil. Oh God, only the gospel can save us. അങ്ങയുടെ സുവിശേഷം മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ മതിയായതുള്ളൂ. The title of my message today is The True Gospel, Deliverance and Freedom. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിന് തലക്കെട്ട് ഇതാണ്: ശരിയായ സുവിശേഷം, വിടുതലും സ്വാതന്ത്ര്യവും. Remember we saw last week that we are called to be a kingdom of priests. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട് നമ്മളെ ഒരു രാജകീയ പുരോഹിത രാജ്യമായിട്ട് മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ കണ്ടു. When you think of priests, all that you think is white robes and a person standing in front and doing some kind of smoke happening in the altar. നമ്മൾ പുരോഹിതൻ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താ? ഒരു വെളുത്ത ലോഹ കുപ്പായമിട്ട ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു, ഇങ്ങനെ ധൂപക്കുറ്റിയൊക്കെ വീശി നിൽക്കുന്നു എന്നുള്ള ചിത്രമാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. Paul so wonderfully explains the New Testament what a priest in the New Testament is all about. പക്ഷെങ്കിൽ പൗലോസ് പുതിയ നിയമത്തിൽ ഒരു പുരോഹിതൻ എന്താണ്, ആരാണ് എന്ന് വ്യക്തമായിട്ട്
വിവരിച്ച് Look കാണിക്കുന്നു. at Romans chapter 15 verse 16. റോമാലേഖനം 15 അധ്യായം 16 വാക്യം നോക്കാം. Look at what Paul says. Look at what Paul says here. അവിടെ പൗലോസ് എന്ത് പറയുന്നെന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കി വായിക്കാമോ ആരെങ്കിലും? റോമർ സ്ക്രീൻ നോക്കി വായിക്കാമോ? 15:16. ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അയ്യോ, അത് മാറിപ്പോയല്ലോ. മലയാളത്തിൽ വേറൊരു വാക്കാണല്ലോ. അതിന് മുമ്പത്തെ വാക്കാണോ അതോ കഴിഞ്ഞിട്ടുള്ള വാക്കാണോ? It says here in Romans 15 verse 16 that I am offering to you, I am a priest. 16 ഇംഗ്ലീഷിൽ 16 ആണ്. മലയാളത്തിൽ ഏത് വാക്കാന്ന് എനിക്ക് കാണുന്നില്ല. അടുത്ത വാക്യമായിരിക്കും. അടുത്ത വാക്യം കൂടെ വായിക്കാമോ? ക്രിസ്തുവേശുവിൽ എനിക്ക് ദൈവ സംബന്ധമായി പ്രശംസ ഉണ്ട്. അതുമല്ല, അതിന് മുമ്പത്തെ വാക്യമാണ്. 15 മൊത്തം വായിച്ചേ. അത് 15 തൊട്ട് വായിച്ചേ. എങ്കിലും ജാതികൾ എന്ന വഴിപാട് എന്തുവാണ്? എങ്കിലും ജാതികൾ എന്ന വഴിപാട്, ജാതികൾ ആകുന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട്. Oh, look at this, very interesting, isn't it? What is Paul saying here? ഇവിടെ പൗലോസ് എന്താണ് പറയുന്നത്? He's saying, as a priest I am ministering to you the gospel of God. ഒരു പുരോഹിതനായിട്ട് ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. That is, he says, this is my ministry of a New Testament priest. അവിടെ എഴുതിയിരിക്കുന്ന പൗലോസ് പറയുന്നത് ഒരു പുതിയ നിയമ പുരോഹിതനായിട്ട് ഇതാണ് എൻ്റെ ശുശ്രൂഷ. And what is the offering that this offering? He's saying the offering of the ജാതികളുടെ വഴിപാട് അല്ലേ? ജാതികളാകുന്ന വഴിപാട്. I am offering Gentiles to God. അവിടെ പറഞ്ഞ ഞാൻ ജാതികളെ ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കുവാണ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. What an amazing picture Paul is praising before us, my dear friends. നല്ല ഒരു ചിത്രം പൗലോസ് ഇവിടെ നമ്മുടെ മുന്നിൽ വെക്കുന്നു. നമുക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള കാര്യം എന്താണ്? കുപ്പായൊക്കെ ഇട്ട് നമ്മളിവിടെ അച്ഛന്മാരൊക്കെ വന്ന് നമുക്ക് ഇഷ്ടപ്പെടല്ലേ? നിങ്ങളെ പാസ്റ്റർമാരൊക്കെ വിളക്കുപ്പായൊക്കെ ഇടണ്ടേ? We all like people who wear white robes and all. These pastors, they don't wear all this. We don't like all these people. ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിലുള്ള പുരോഹിതൻ പള്ളിക്കകത്തിരുന്ന് പ്രവർത്തിക്കാനല്ല, അവൻ്റെ ശുശ്രൂഷ സുവിശേഷം കൊടുക്കാനായിട്ടുള്ള ശുശ്രൂഷയാണ്. I'm telling you, the New Testament priests, their job is not to minister inside the sanctuary, but to go out and to give the gospel of God to the Gentiles. പള്ളിക്കകത്ത് പ്രവൃത്തി ചെയ്യേണ്ടെന്നുള്ളതല്ല. നമ്മൾ It's not that we are not supposed to do our work inside the church. സുവിശേഷമാകുന്ന വേല നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ പുരോഹിതന്മാരാണ്. We are all priests, the kingdom of priests. Are we working the works of a priest? നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്. അത് പാസ്റ്റർമാരുടെ ജോലിയല്ലേ? Oh, these are the works of അത് pastors. സുവിശേഷകന്റെ ജോലിയല്ലേ? These are works of evangelists. അത് ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്നവർക്കുള്ള വേലയല്ലേ? മുഴുവൻ സമയം സുവിശേഷം. ഞാനൊരു പുരോഹിതനല്ല. I'm not a prophet. പ്രീസ്റ്റ്, പുരോഹിതൻ. ഞാനൊരു പുരോഹിതനല്ല എന്ന് ആർക്കും ഇവിടെ പറയാൻ പറ്റുമോ? ഒന്ന് കൈപൊക്കി കേട്ടെ. Can anyone say here that I'm not a priest? Can anybody who's hearing me, can you say, will you say that you're not a priest? ആരും കൈപൊക്കുന്നില്ലേ? ഒരാളെങ്കിലും കൈപൊക്ക്. ശരിടാ. So if all of you are priests, what is the job that we have to do? നമ്മൾ എല്ലാവരും പുരോഹിതന്മാരാണ് എങ്കിൽ നമ്മൾ എന്ത് വേലയാ ചെയ്യേണ്ടത്? ഇവിടെ ധൂപം വീശാൻ വേണ്ടി അല്ല കേട്ടോ ഇവിടെ. Are we supposed to bring smoke in the നമ്മൾ ഈ പഴയ നിയമത്തിൻ്റെ സത്യങ്ങൾ നമ്മൾ പുതിയ നിയമത്തിലോട്ട് കൊണ്ടുവരാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ദോഷം. നമ്മളുടെ പഠിപ്പീരിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. പഴയ നിയമത്തിലുള്ള പഠിപ്പീര് നമ്മൾ പുതിയ നിയമത്തിലോട്ട് വേണ്ടി പോലും നമ്മളത് വ്യാഖ്യാനിക്കുന്നില്ല. The most biggest problem now is what we are facing is we're not bringing the Old Testament truths into the New Testament teachings. That's why there is so much of confusion in the church today. അതുകൊണ്ട് ഇന്ന് സഭകളിൽ ഭയങ്കരമായ ആശയക്കുഴപ്പങ്ങൾ.
പഴയ നിയമത്തിലുള്ള പ്രവാചകനെ പോലല്ല പുതിയ നിയമത്തിലുള്ള പ്രവാചകൻ. New Testament prophets are not like those of the Old Testament. പഴയ നിയമത്തിൽ പ്രവാചകൻ തെറ്റ് സംസാരിക്കത്തില്ല, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അതേപോലെ പുള്ളി കൊടുക്കും. Old Testament prophets will not go wrong. They receive exactly from the Lord and speak forth. പുതിയ നിയമത്തിലോ But in New Testament, നമ്മളെല്ലാവരും പ്രവചിക്കാൻ പഠിക്കണം എന്നുള്ള പൗലോസ് നമ്മളെ അറിയിക്കുകയാണ്. Learn, you all have to learn to prophesy. പ്രവചിക്കാൻ നമ്മൾ എല്ലാവരും പഠിക്കണം. നമുക്ക് പഠിക്കാൻ മടിയാ, അതുകൊണ്ടാ പ്രശ്നം അല്ലേ? അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രവചിക്കാം. If we really want, we can all prophesy. Please, my dear friends, what am I trying to tell you? സുഹൃത്തുക്കളെ, ഞാൻ എന്താണ് ഇവിടെ പറയാൻ I'm trying to ആഗ്രഹിക്കുന്നത്? tell you we need to live out the gospel of Jesus Christ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ യേശു ക്രിസ്തുവിന്റെ ആ സുവിശേഷം ജീവിക്കേണ്ടതായിട്ടുണ്ട്. Let me continue my message. Today is the last message of my series. ഞാൻ എൻ്റെ സന്ദേശ പരമ്പരയുടെ അവസാനത്തെ സന്ദേശമാണിത്. ഞാൻ തുടരട്ടെ. You see, the miracles of Jesus was so widespread. He did miracles everywhere he went. യേശു ക്രിസ്തു ചെന്നിടത്ത് എല്ലായിടത്തും അത്ഭുതങ്ങൾ ചെയ്തു. Because he was inaugurating the kingdom. കാരണം എന്തുവാ? ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യുവായിരുന്നു. The king had arrived. രാജാവ് വന്നു. And he was showing witness to the fact that the king had come. ഈ രാജാവ് വന്നു എന്നുള്ളതിന്റെ സാക്ഷ്യപ്പെടുത്തുമായിരുന്നു യേശു. So everywhere widespread miracles happened. Everywhere he went. ചെന്നിടത്ത് എല്ലായിടത്തും അത്ഭുതങ്ങൾ നടന്നു. But in the midst of these miracles, പക്ഷേ ഈ അത്ഭുതങ്ങളുടെ നടുവിൽ he was touching a few people. ഈ അത്ഭുതങ്ങൾ ചെയ്തു പോയതിന്റെ നടുവില് കുറച്ച് പേരെ യേശു ക്രിസ്തു And if you സ്പർശിക്കുവായിരുന്നു. don't see that, you are missing the message. നിങ്ങൾ അത് കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ആ സന്ദേശം മുഴുവനും നിങ്ങൾ See, തെറ്റായിട്ട് the kingdom has to be understood very, very clearly, my dear friends. രാജ്യം എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതെന്താ In അർത്ഥം. the midst of all these miracles he was doing everywhere. യേശു ക്രിസ്തു ചെന്നിടത്ത് എല്ലായിടത്തും അത്ഭുതങ്ങൾ ചെയ്തു. അതിന്റെ നടുവില് You know what he told one man? യേശു അതിന്റെ നടുവിൽ ഒരു വ്യക്തിയോട് എന്താ പറഞ്ഞെന്നറിയാമോ? He was brought down from the roof. ആ മേൽക്കൂര പൊളിച്ച് അദ്ദേഹത്തിനെ താഴെ His friends കൊണ്ടുവന്നു. wanted him to be healed. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആഗ്രഹിച്ച എന്തുവാ? എന്റെ സുഹൃത്ത് സൗഖ്യം പ്രാപിക്കണം. You know what Jesus Christ told him? The first words that he told that man. യേശു ക്രിസ്തു ആ പക്ഷവാതക്കാരനോട് ആദ്യം പറഞ്ഞത് എന്താണെന്നറിയാമോ? Son, your sins are forgiven. മകനെ, നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു. He did not tell this to every person whom he healed of disease. യേശു ക്രിസ്തു സൗഖ്യമാക്കിയ എല്ലാ വ്യക്തികളോടും ഇങ്ങനെയുള്ള വാചകം യേശു പറഞ്ഞില്ല. He did not say this to all those who had the demons cast out. ഭൂതങ്ങളെ പുറത്താക്കിയ എല്ലാവരോടും യേശു ഇങ്ങനെ പറഞ്ഞില്ല. One woman came trembling to Jesus. ഒരു സ്ത്രീ യേശുവിന്റെ അടുത്തോട്ട് ഓടി വന്നു. She was bleeding for 12 years. 12 വർഷം കൊണ്ട് രക്തസ്രാവക്കാരിയായിരുന്നു. I'm not worthy to even touch the hem of his garment. Let me just touch him without him knowing, she said. ആ സ്ത്രീ തന്നെത്താൻ പറഞ്ഞ എന്തുവാ? യേശു അറിയാതെ യേശുവിന്റെ ആ വസ്ത്രത്തിന്റെ അറ്റം മാത്രം ഒന്ന് തൊട്ടാ മതി. You know what Jesus Christ said to her? യേശു ക്രിസ്തു ആ സ്ത്രീയോട് പറഞ്ഞ എന്തെന്നറിയാവോ? Daughter, മകളെ, your faith has saved you. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നു. The Greek there it says your faith has saved you. Zozo. അവിടെ എഴുതിയിരിക്കുന്ന യവന ഭാഷയിൽ എഴുതിയിരിക്കുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. And then you know what he told her after that? അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞെന്നറിയാം? Go in peace. സമാധാനത്തോടെ നീ പോകുക. You are healed of your affliction. നിന്റെ ബാധ നിനക്ക് സൗഖ്യം തന്നിരിക്കുന്നു. ബാധയിൽ നിന്ന് ആദ്യം പറഞ്ഞെന്തുവാ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. First, what did Jesus tell her? Your faith has saved you. Oh, my dear friends, if only you could see this. സുഹൃത്തുക്കളെ, നമ്മൾ ഈ വാസ്തവം ഒന്ന് കണ്ടാൽ. ഈ കാലഘട്ടത്തിലും നമ്മൾ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. We are seeing all these things now, even now. അനേക സ്ഥലങ്ങളിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു. Now also in many places Jesus is doing അനേക സ്ഥലങ്ങളിൽ miracles. വലിയ വലിയ മീറ്റിംഗ്സ് നടക്കുന്നു, വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു. Many meetings are happening and many deliverances and healings are taking place. അതിന്റെ ഇടയിൽ But in the midst of ചിലവരെ them, ദൈവം തൊടുകയാണ്. God is touching some of them. Hallelujah. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളത് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്, മൈ ഡിയർ ഫ്രണ്ട്സ്.
വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. കർത്താവ് അത്രയും പേര് സൗഖ്യമാക്കിയിട്ട് കർത്താവ് സന്തോഷിച്ചില്ല. കാരണം കർത്താവിന്റെ ലക്ഷ്യം അതിന് മേളിലായിരുന്നു. God, Jesus was not pleased by the multitudes who were healed, but because his intentions was something bigger than that. നമ്മൾ നേരെ തിരിച്ചാ നമ്മള്. But we are just the opposite. പേപ്പറിൽ ഇടുന്ന 3 ലക്ഷം പേര് മീറ്റിംഗിൽ കൂടി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. When 3 lakhs gather together for a meeting, we immediately put it in the paper and say, oh, 3 lakhs of them gathered. നമുക്ക് എണ്ണമാ വിഷയം. For us, numbers are a big കൂട്ടി thing. പറയും ചെയ്യും. And we magnify what has happened. ഒന്നര എന്ന് പറയും ഇല്ലേ? If 5 come, we say 50 have come. നമുക്ക് ഇഷ്ടം. Because we are behind this, we like things like this. Oh, my dear friends, if only you realize. നമ്മളൊന്ന് കണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഇടയിൽ ദൈവം ഒരു പ്രവൃത്തി കുറച്ചു പേരുടെ ഇടയിൽ ദൈവം ചെയ്യുന്നു. നമ്മൾ അത് മനസ്സിലാക്കണം. We should realize, we should know that in the midst of the healings and deliverances, God is touching a few. Oh, are you one among those? അതിന്റെ കുറച്ച് പേരെ ദൈവം തൊടുന്നതിൽ അതിൽ ഒരുവൻ നിങ്ങളാണോ? Have you had your sins forgiven? നിങ്ങളുടെ പാപം ക്ഷമിച്ചു കിട്ടിയോ? Are you those who are rejoicing in the fact that you belong to Jesus? നിങ്ങൾ യേശുവിന്റെ വകയാണെന്നുള്ള ആ കാര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നവരാണോ? Did you repent of your sins? നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾ അനുതപിച്ചോ? Did you receive the gift of the Holy Spirit? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ചോ? എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആത്മാവിൻ്റെ അഭിഷേകം ഇല്ലാതെ നമ്മൾ ജീവിക്കുകയാണ്. I'm so sad when I hear people who are walking and saying that they are saved, but they have not received the gift of the Holy Spirit. ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല അഭിഷേകം പ്രാപിച്ചവർ. I don't know how many among you have been filled with the Holy Spirit. My dear friends, it is a big strain to live the Christian life without the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. Please let me tell you, cry out for the Spirit to fall on you. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ദൈവത്തോട് നിലവിളിക്ക്, ദൈവമേ അങ്ങയുടെ ആത്മാവ് എൻ്റെ മേൽ വരട്ടെ. Or else you will not go very far. You will not go very far, my dear friends. ഈ ആത്മാവിന്റെ നിറവ് അഭിഷേകം പ്രാപിക്കാതെ നമുക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല. എത്ര നാൾ എഞ്ചിനോടും പെട്രോളില്ല, എത്ര നാൾ ഓടും എഞ്ചിൻ? How far can we go without the petrol in our vehicle? നമ്മൾ ഇവിടെ തൂങ്ങിക്കൊണ്ടിരിക്കുക, പിന്നെ എങ്ങനെ? Oh, we are half sleepy here. അഭിഷേകമൊക്കെ പിന്നെ വരട്ടെ പാസ്റ്ററെ, ഇപ്പം പാസ്റ്റർ പറഞ്ഞിട്ട് പോ. You are saying, pastor, say something and finish it off. Anointing and all we'll see later. ഞാൻ പണ്ടേ ചോദിച്ചു ഞാൻ മടുത്തു. Pastor, I have asked enough and I just gave up. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ മകൻ ക്യാൻസർ ആയിട്ട് ഇരിക്കുമ്പം നിങ്ങൾ ചോദിച്ചു മടക്കുവോ? If your son is having cancer, will you say that I asked and I am fed up? ഞാൻ പ്രാർത്ഥിച്ചു ഇനി ഞാൻ മതിയായി, ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. Oh, I prayed enough and now I'm not going to pray. Will you say like that? Oh, my dear friends, if only you knew the precious gift of the Holy Spirit. സുഹൃത്തുക്കളെ, പരിശുദ്ധാത്മാവിന്റെ ദാനം, അതിന്റെ ആ മഹാത്മ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ. But please realize that God is doing something greater than just the physical miracle. നമ്മൾ മനസ്സിലാക്കണം, ഭൗതിക അത്ഭുതങ്ങളെക്കാട്ടിലും വലുതായ ചില കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നു. Unless you search the scriptures carefully, you will not even see this. നമ്മൾ വേദപുസ്തകം ശ്രദ്ധിച്ച് അത് ആരാഞ്ഞ് നോക്കിയില്ലെങ്കിൽ നമ്മൾ ഇത് കാണാതെ പോകും. Because some people God wants to deliver by giving them forgiveness of their sins. ചില വ്യക്തികൾക്ക് പാപത്തിൽ നിന്ന് ക്ഷമ കൊടുത്ത് ദൈവം അവരെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. We do not understand that the cross has to be the central to our life that is pleasing to God. ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ ക്രൂശ്
നമ്മളുടെ ജീവിതത്തിന്റെ കേന്ദ്രമായി This മാറേണ്ടതായിട്ട്. forgiveness is huge, my dear ഈ friends. ക്ഷമ എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. And there is something even more bigger happening. അതിനേക്കാട്ടിലും വലിയ ഒരു കാര്യം നടക്കുന്നു. Because the bigger thing is this, listen carefully. അതിന്റെ കാരണം എന്തുവാ? അതിനേക്കാട്ടിലും വലിയ സംഭവം ഇതാണ്. The thief is not only set free, ആ കള്ളൻ സ്വതന്ത്രം പ്രാപിച്ചു എന്ന് മാത്രം അല്ല, but he is given the strength to say no to stealing anymore. അത് മാത്രല്ല, കള്ളൻ മോഷണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് മാത്രമല്ല, ആ ചെയ്ത കാര്യത്തിൽ നിന്ന് ക്ഷമ പ്രാപിച്ചു എന്ന് മാത്രമല്ല, ഇനിയും മോഷ്ടിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ തെരഞ്ഞെടുപ്പ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം. Hallelujah! Hallelujah! What a great freedom we have! എത്ര വലിയ സ്വാതന്ത്ര്യമാണ്. The freedom not to sin anymore. പാപം ചെയ്യാതിരിക്കാനുള്ള You സ്വാതന്ത്ര്യം. see, in the world there we are all slaves to sin. ലോകം പാപത്തിന്റെ അടിമയാണ്. But we are no longer slaves to sin. നമ്മൾ ഇനി പാപത്തിന് അടിമയല്ല. What does it mean? അതിന്റെ അർത്ഥം It എന്താണ്? means now we have a real choice to sin or not to sin. അതിന്റെ അർത്ഥം ഇതാണ്, ഇപ്പോൾ നമുക്ക് പാപം ചെയ്യണോ അതോ വേണ്ടയോ എന്ന് തെരഞ്ഞെടുക്കാനുള്ള ശക്തി നമുക്കുണ്ട് Sin എന്നാണ് has not പറയുന്നത്. disappeared from this ഈ world. ലോകത്തിൽ നിന്ന് പാപം അങ്ങ് അപ്രത്യക്ഷമായില്ല. But now we are given the strength to say no to sin. പക്ഷേ ഇപ്പോൾ പാപത്തെ കാണുമ്പോൾ വേണ്ട, ഇല്ല എന്ന് പറയാനുള്ള ശക്തി നമുക്ക് ലഭിച്ചു. You see, if it rains and you don't have umbrella, you are going to get wet, isn't it? ഒരു മഴയത്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് കുടയില്ലെങ്കിൽ എന്ത് പറ്റുന്നത്? നമ്മൾ നനയും. But when you have an umbrella, പക്ഷേ ഇന്ന് നമുക്കൊരു കുട but ലഭിച്ചു. if we don't use it, we are still going to get wet. പക്ഷേ അത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ നനയെ തന്നെ ചെയ്യും. What a tragedy! എത്ര ഭയാനകമായ ഒരു അവസ്ഥ, ഭയാനകമല്ല, ദുഃഖം. ദുഃഖകരമായ അവസ്ഥ. You pass an interview. നമ്മള് അതിന്റെ ഇന്റർവ്യൂ പാസ്സായി, The job is there for you. നമുക്ക് വേണ്ടി ജോലി നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. It is still left to us to decide whether to take up their job or not. പക്ഷേ ആ ജോലിയിൽ നമ്മൾ പ്രവേശിക്കണോ പോകണോ വേണ്ടയോ എന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. My dear friends, സുഹൃത്തുക്കളെ, yes, God has set us free from sin. പാപത്തിൽ നിന്ന് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നു. How many of you know that when you are baptized in water, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ജലസ്നാനം എടുത്ത സമയത്ത് if you truly repented of your sins, വാസ്തവമായിട്ടും നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ നിന്ന് when അനുദപിച്ചവരാണ്, you went down into the waters, നിങ്ങൾ ആ വെള്ളത്തിനകത്തോട്ട് ജലസ്നാനത്തിന് something വേണ്ടി was being മുങ്ങിയപ്പോൾ buried there along with you. ചില സംഭവങ്ങൾ നിങ്ങളുടെ കൂടെ അവിടെ അടക്കി. And your body of sin was being buried. നിങ്ങളുടെ ആ പാപം, ജഡത്തിന്റെ ആ പാപത്തിന്റെ ആ സ്വഭാവം തന്നെ അവിടെ അടക്കുവായിരുന്നു. So that now you are dead to sin and alive to God. പാപം സംബന്ധിച്ച് നിങ്ങൾ മരിച്ച് ദൈവത്തോട് നിങ്ങൾ ജീവിക്കുന്നവരായി. Paul says, don't you know that you are no longer a slave to sin? പൗലോസ് പറയുന്നത്, നിങ്ങൾ ഇനി പാപത്തിന്റെ അടിമയല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിക്കുവാണ്. Because he is saying, unless you know, you will not do one more thing that you need to do. പൗലോസ് പറയുന്നത്, നിങ്ങൾ ഇത് അറിയുന്നില്ല, നിങ്ങൾക്കിത് ബോധ്യം വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ അടുത്ത പടി ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യാതെ പോകും. This is the tragedy, my dear friends. This is the tragedy. ഇതാണ് സഹോദരങ്ങളെ ദുഃഖകരമായ കാര്യം. We don't know what is true deliverance. വാസ്തവമായിട്ടുമുള്ള വിടുതല് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല, Because അറിയാതെ we think പോകുന്നു. deliverance happens in our sleep. നമ്മൾ വിചാരിക്കുന്നു വിടുതൽ കിട്ടുന്നത് ഉറക്കത്തിലാണ് എന്ന്. But my dear friends, let me tell you something. പക്ഷെങ്കിൽ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, Unless you offer yourself as slaves to righteousness. നിങ്ങൾ നിങ്ങളെ തന്നെ നീതിയുടെ ദാസന്മാരായിട്ട് സമർപ്പിക്കുന്നില്ല എങ്കിൽ You will not benefit from the cross, my dear friends. You will not benefit from the cross. നിങ്ങൾ നിങ്ങളെ തന്നെ നീതിയുടെ ദാസന്മാരായിട്ട് സമർപ്പിക്കുന്നില്ല എങ്കിൽ ക്രൂശിൽ നിന്ന് വരുന്ന നേട്ടങ്ങൾ നമ്മൾ കൈവശമാക്കാതെ പോകും. Oh, how many of us are still saying, I will not forgive. How can I forgive? നിങ്ങൾ എത്ര പേര് ഇപ്പോഴും പറയുന്നു, എനിക്ക് ആ ആളെ ക്ഷമിക്കാൻ പറ്റത്തില്ല, എങ്ങനെ എനിക്ക് ക്ഷമിക്കാം?
I cannot do this. I will not do this. എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ചെയ്യത്തുമില്ല. വാച്ച്മാൻ നീ പറഞ്ഞു, എനിക്കിപ്പോഴും ചീട്ട് കളിക്കാൻ എനിക്ക് മനസ്സുണ്ട്. Watchman Nee said, even now I want to play cards. പക്ഷെങ്കിൽ ഈ കൈകൾ എന്റേതല്ല. But these hands are not mine anymore. എനിക്കിപ്പോഴും പള്ളി പറയാൻ എൻ്റെ വായിൽ വരുന്നുണ്ട്. Even now I want to get angry and say dirty words. 10 ചീത്ത അങ്ങോട്ട് കൊടുക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം അത് കൊടുക്കേണ്ടതാണ്. I want to burst out with anger, and they deserve it now. എൻ്റെ അയലോക്കിന് വേസ്റ്റ് അവനെ പാർക്കിംഗ് ഇങ്ങോട്ട് ഇട്ടു, അവന് ഇടാൻ വേറെ സ്ഥലമില്ലേ? The neighbors are putting waste inside my compound. Don't they have any other place to put their waste? നല്ലതേ വേണ്ടല്ലോ, കുറെ മീൻ ചീഞ്ഞ മീനൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് ഇട്ടു. Even if it is some good waste, it's okay. Dirty, rotten fish. എല്ലാം നിങ്ങൾ പട്ടിക്കെങ്കിലും കൊടുക്കായിരുന്നു. If it was bones, we could have given to the dogs. നമ്മളങ്ങോട്ട് കാച്ചി കൊടുക്കും. And what do? We just burst out with words. വാച്ച്മാൻ പറഞ്ഞു, ഈ കൈകൾ എന്റേതല്ല. Watchman is എന്റേതല്ല. This hands is no more mine. ഈ വാ എന്റേതല്ല. This leg is no more mine. This mouth is no more mine. ഓരോ പാസ്റ്റർ പറഞ്ഞു. You may say, Pastor, keep on saying. Preach. It is good to hear. You see, we have been given a choice. ഞാൻ പറയട്ടെ, നമ്മളുടെ മുന്നിൽ നമുക്കൊരു തെരഞ്ഞെടുപ്പ് ഉണ്ട്. True deliverance is not that you can now hide yourself from God. വാസ്തവമായിട്ടും From sin, sorry. True deliverance is not that you can now hide from your sin or escape from your sin. വാസ്തവമായിട്ടുള്ള ഒരു വിടുതൽ ലഭിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ആ പാപത്തിൽ നിന്ന് ഒളിഞ്ഞു മാറാം എന്നല്ല. It is to be able to say no to sin. ആ പാപത്തിൽ നിന്ന് വഴുതി അങ്ങ് മാറിപ്പോകാമെന്നല്ല, മറിച്ച് പാപത്തെ കണ്ടിട്ട് വേണ്ട, ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുന്നതാണ് വാസ്തവമായിട്ടുള്ള വിടുതൽ. Hallelujah. We are called to offer ourselves as slaves to righteousness. നമ്മളെ ദൈവം വിളിക്കുന്നത് നീതിയുടെ ദാസരായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാനാണ്. What is true deliverance? വാസ്തവമായിട്ടുള്ള വിടുതൽ എന്ന് പറയുമ്പോൾ അതെന്താണ്? What is true freedom? വാസ്തവമായിട്ടുള്ള ആ സ്വാതന്ത്ര്യം എന്താണ്? You see, we may be delivered from demons. നമ്മൾ പറഞ്ഞേക്കാം പിശാചുക്കളിൽ നിന്ന് ഉള്ള വിടുതലാണെന്ന്. We may be delivered from bondages of all kinds. പല രീതിയിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ചവരായിരിക്കാം. Oh, but there is so much more, my dear friends, there is so much more. സുഹൃത്തുക്കളെ, ഇതിനെക്കാട്ടിലും അധികമായിട്ട് ലഭിക്കാനുണ്ട്. And the sad thing is we present only half the gospel to people around us. ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചുറ്റുമുള്ളവർക്ക് പകുതി സുവിശേഷമേ അറിയിക്കാറുള്ളൂ. We tell them they can be healed, we tell them they can be delivered. നമ്മൾ അവരോട് പറയുന്നു, നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാം, നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കാം എന്ന് മാത്രം നമ്മൾ പറയുന്നു. But we don't tell them that they can become like Jesus. പക്ഷെങ്കിൽ അവർക്കും യേശുവിനെ പോലെ നടക്കാൻ പറ്റുമെന്ന് Because we ourselves are not slaves to righteousness. അതിന്റെ കാരണം എന്തുവാ? നമ്മൾ തന്നെ നീതിയുടെ ദാസിമാരും ആയിട്ടില്ല. അതുകൊണ്ടാണ് the greatest hindrance to the gospel is we not living our lives right. സുവിശേഷത്തിന് ഏറ്റവും വലിയ തടസ്സം ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ നേരെവണ്ണം നടക്കാത്തതാണ്. We blame the devil, we blame the demons. നമ്മൾ പിശാചുക്കളെ ഇന്ന് കുറ്റം പറയുന്നു. But do you think there any match for God? ഞാൻ ചോദിക്കട്ടെ, ഈ പിശാചുക്കള് ദൈവത്തോട് നേരെ നിൽക്കാൻ പറ്റുന്നവരാണോ? My dear friends, we are the hindrance. സുഹൃത്തുക്കളെ, നമ്മൾ തന്നെയാണ് തടസ്സം. God is grieved. ദൈവം ഇന്ന് ദുഃഖിക്കുന്നു.
True freedom is a freedom to love freely. വാസ്തവമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്വതന്ത്രമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. Not just the freedom not to sin, but the freedom to love freely. പാപം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, മറിച്ച് സ്വാതന്ത്ര്യത്തോടെ ഒന്ന് സ്നേഹിക്കാൻ പറ്റുന്നത്. A love that does not fear losing anything. ഒന്നും നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഭയമില്ലാതെ സ്നേഹിക്കാൻ. You see, because we are scared of so many things we can lose if we love like God wants us to love. ദൈവം നമ്മളെ സ്നേഹിക്കണം, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാത്തതിൻ്റെ കാരണം എന്തുവാ? നമ്മൾ വിചാരിക്കും അങ്ങനെ സ്നേഹിച്ചാൽ ചിലതൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓ, എനിക്ക് മുറിവേക്കും, എനിക്ക് വേദനിക്കേണ്ടി വരും, എനിക്ക് പ്രയാസപ്പെടേണ്ടി വരും എന്നുള്ള ഭയം. A love that does not need to hold anything back. ഒന്നും പിടിച്ചു വെക്കാതെ നടക്കത്തക്കവണ്ണമുള്ള സ്നേഹം. A love that does not expect anything in return. പകരം ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം. Oh, my dear friends, സുഹൃത്തുക്കളെ, if only we had the freedom to love freely. ഒന്ന് സ്വതന്ത്രത്തോടെ സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനകത്ത് നമ്മളൊന്ന് പ്രവേശിച്ചായിരുന്നെങ്കിൽ. You see, Jesus Christ used the word kingdom because he was trying to explain to them what it really meant. യേശു ക്രിസ്തു വാസ്തവമായിട്ടും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ രാജ്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. That is why he used it many times, because the Jews were waiting for it eagerly. അത് യഹൂദന്മാർ ഈ രാജ്യത്തിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു ആ രാജ്യം എന്നുള്ള വാക്ക് പിന്നെയും ആവർത്തിച്ചു ഉപയോഗിച്ചു. അവർക്ക് ആവശ്യം എന്തായിരുന്നു? ഒന്ന് വിടുതൽ കിട്ടണമെന്ന് അവർ ആഗ്രഹിച്ചു. But Jesus Christ had to explain it to them. പക്ഷെങ്കിൽ യേശു ക്രിസ്തു അവരോട് വിവരിച്ച് പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. Because that is why he uses that to the Jews in the Gospels all the time. അതുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നത് യേശു ക്രിസ്തു യഹൂദന്മാരോട് ഈ രാജ്യം എന്ന് എടുത്തു പറഞ്ഞു. Started off by saying like this. യേശു ക്രിസ്തു അവരോട് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: Blessed are the poor in spirit. ആത്മാവിൽ ദരിദ്രര് അനുഗ്രഹിക്കപ്പെട്ടവര്. For theirs is the kingdom of heaven. അവരുടേതാണ് ദൈവരാജ്യം. They couldn't understand this. അവർക്ക് പറഞ്ഞു അവർ മനസ്സിലാക്കി. They were waiting for power for Jesus to come and rescue them from the Romans. അവര് കാത്തിരുന്നത് എന്തുവാ? റോമ സാമ്രാജ്യത്തിൽ നിന്ന് യേശു വന്നിട്ട് അവരെ വിടുവിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. David to return. അവര് ദാവീദ് മടങ്ങി വരാനായിട്ട് അവർ കാത്തിരുന്നു. We are waiting for the kingdom of David to come back. ദാവീദിന്റെ സിംഹാസനത്തിൽ ദാവീദിന്റെ ആ രാജ്യത്വം മടങ്ങി വരാനായിട്ട് കാത്തിരിക്കുവായിരുന്നു. Here Christ is saying, blessed are the poor in spirit. മറിച്ച് ഇവിടെ യേശു പറയുവാണ്, ആത്മാവിൽ ദരിദ്രന്മാർ ഭാഗ്യവാന്മാര്. Oh, my dear friends, if only we knew. നമ്മള് ഒന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ ഈ സത്യങ്ങൾ. Both for the Jews and the Gentiles, the only way to enter was through repentance. അത് യഹൂദന്മാർക്കും ജാതികൾക്കും രണ്ടുപേർക്കും ഈ രാജ്യത്തിൽ പ്രവേശനം ഒരു രീതിയിൽ മാത്രമേ ഉള്ളായിരുന്നു, അനുതാപത്തിൽ കൂടി, മാനസാന്തരത്തിൽ കൂടി. He said, don't prevent the children from coming to me. യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് വരാനായിട്ട് നിങ്ങൾ തടയരുത്. Because to such belongs the kingdom of heaven. കാരണം എന്തുവാ? ദൈവരാജ്യം ഇങ്ങനെയുള്ളവർക്കാണ്. He cried out and said, who is greatest is least in the kingdom of heaven. And who is least on the kingdom of heaven is greatest. Least on earth is greatest. യേശു നിലവിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഈ ഭൂമിയിൽ ഏറ്റവും താണവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാണ് എന്ന്. You know, we still don't understand this message.
സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോഴും ഈ സന്ദേശം മനസ്സിലാക്കാതെ And പോകുന്നു. that is why the apostles used the word kingdom very less. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാര് രാജ്യം എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധിച്ച് കുറച്ച് മാത്രമേ Because they ഉപയോഗിച്ചുള്ളൂ. knew that when we hear the word kingdom, we will only think of power and glory. എന്താന്ന് വെച്ചാൽ അപ്പോസ്തലന്മാർക്ക് അറിയാമായിരുന്നു, നമ്മൾ രാജ്യം എന്നുള്ള പദം കേൾക്കുന്ന ഉടനെ പെട്ടെന്ന് നമ്മൾ മഹത്വം, ശക്തി എന്നൊക്കെ അങ്ങ് ചിന്തിച്ചു പോകും. And yes, it is definitely so, but it is yet to come, my dear friends. മഹത്വവും ശക്തിയും ഒക്കെ ഉണ്ട്, അത് വാസ്തവം തന്നെ. പക്ഷേ ഇപ്പോഴല്ല, വരാൻ പോകുന്നു. That's why Paul keeps on saying you have an inheritance that is in the kingdom of God. അതുകൊണ്ടാണ് പൗലോസ് ആവർത്തിച്ച് പറയുന്നത്, ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് അവകാശമുണ്ട്. It is your future inheritance. അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ഭാവിയെ കുറിച്ചാണ് ചൂണ്ടി പറയുന്നത്. Yes, you're surely going to get it. തീർച്ചയാണ് നിങ്ങൾ അത് ലഭിക്കും, നിങ്ങൾക്കത് ലഭിക്കും. Yes, you are surely going to reign with him. തീർച്ചയായിട്ടും നിങ്ങൾ യേശുവിന്റെ കൂടെ വാഴും. But you know what Paul says to us, my dear friends? പൗലോസ് നമ്മളോട് എന്താ പറയുന്നത്? Unless you die with him, you cannot reign with him. അവന്റെ കൂടെ മരിക്കുന്നില്ല എങ്കിൽ അവന്റെ കൂടെ വാഴാൻ സാധിക്കത്തില്ല. Unless you suffer with him, you cannot reign with him. അവന്റെ കൂടെ കഷ്ടം അനുഭവിച്ചില്ല എങ്കിൽ അവന്റെ കൂടെ വാഴാൻ പറ്റില്ല എന്നാണ് നമ്മളോട് വിളിച്ചു Through പറയുന്നത്. much suffering you will enter the kingdom of God, Paul says. പൗലോസ് പറയുന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് കഷ്ടം അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്ന്. You still don't understand these things, my dear friends. ഇതെല്ലാം കേട്ടിട്ട് പിന്നെയും നമ്മൾ മനസ്സിലാക്കാതെ We still just long for the power and the glory. ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ശക്തി 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 മഹത്വം എന്ന് പറഞ്ഞ് But you know what Paul says, my dear friends? പൗലോസ് എന്താ പറയുന്നത് അറിയാമോ സുഹൃത്തുക്കളെ? God's power is made perfected in our weakness. നമ്മളുടെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി അത് പ്രാവർത്തിയമാകുന്നത്. I hope you are hearing me this morning. ഇന്ന് രാവിലെ എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. Because some will still not understand. ചിലരിപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നു. Yes, of course, God wants to deliver his people. വാസ്തവമാണ്, ശരി തന്നെ, ദൈവം തന്റെ ജനത്തെ വിടുവിക്കാൻ Yes, ആഗ്രഹിക്കുന്നു. of course, God wants to manifest the power of the signs and the wonders. അത്ഭുതങ്ങളും അടയാളങ്ങളും തന്റെ ശക്തിയാൽ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നത് വാസ്തവം തന്നെ. Yeah, of course, the Holy Spirit baptism needs to come on you. വാസ്തവമാണ്, പരിശുദ്ധാത്മാവിന്റെ സ്നാനം നിങ്ങളുടെ മേൽ വന്നേ മതിയാവൂ. But then what next? പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്താണ്? There are some believers waiting for deliverances all their lives. ചില വിശ്വാസികൾ ജീവിതം മുഴുവനും വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കാൻ കാത്തിരിക്കുവാണ്. What are you being delivered for? നിങ്ങൾ വിടുതൽ പ്രാപിക്കുന്നത്, നിങ്ങൾക്ക് വിടുതൽ കിട്ടുന്നത് അതെന്തിനു വേണ്ടിയാണ്? You see, Paul, his letters very clearly writes to us. പൗലോസ് ലേഖനങ്ങളിൽ നമ്മളോട് വ്യക്തമായിട്ട് എഴുതി പറയുന്നത്, He says there is a greater power. ഒരു He says there is a greater power. പൗലോസ് പറയുന്നത് ഇതിനെക്കാട്ടിലും വലിയ ഒരു It ശക്തിയുണ്ട്. is the power of the indestructible life. ആ ശക്തി നശിക്കപ്പെടാത്ത ജീവന്റെ ശക്തിയാണ്. Hallelujah. Hallelujah. See, there is a resurrection power that is available to us, my dear friends. സുഹൃത്തുക്കളെ, ഈ ശക്തി പുനരുദ്ധാന ശക്തിയാണ് നമുക്ക് വേണ്ടി ലഭ്യമായത്. But it can come only upon those who are willing to die with Jesus. പക്ഷെങ്കിൽ ഈ പുനരുദ്ധാന ശക്തി ലഭിക്കുന്നത് ആർക്കാണ്? യേശുവിന്റെ കൂടെ മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി. Greatest power is not that God works on us in a physical level. നമ്മളെ ഭൗതികമായ ഒരു തലത്തിൽ ദൈവം നമ്മളുടെ മേൽ പ്രവർത്തിക്കുന്നു, അതല്ല ഏറ്റവും വലിയ ശക്തി. The greatest power is God granting to us resurrection power. ഏറ്റവും വലിയ ശക്തി ഇതാണ്, ദൈവം നമുക്ക് പുനരുദ്ധാന ശക്തി ലഭ്യമാക്കി Which is തരുന്നു. available for those who are died with Jesus. യേശുവിന്റെ കൂടെ മരിച്ചവർക്കാണ്
ഈ പുനരുദ്ധാന ശക്തി It is the ലഭ്യമായിരിക്കുന്നത്. power to be strengthened in the inner man. അതോ നമ്മുടെ ഉൾ മനുഷ്യനിൽ ബലം പ്രാപിക്കാനായിട്ടുള്ള It is the ശക്തിയാണ്. power to stand against all kinds of trials and tribulations. ഓ എല്ലാ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവില് നിൽക്കാനായിട്ടുള്ള ശക്തിയാണത്. You know how many missionaries died without seeing one single fruit in their ministry? എത്ര മിഷണറീസ് അവരുടെ ശുശ്രൂഷയിൽ ഒരു ഫലം പോലും കാണാതെ മരിച്ച എത്ര വിശുദ്ധന്മാർ, എത്ര മിഷണറീസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? But praise God, nothing is in vain, my dear friends. പക്ഷെങ്കിൽ സുഹൃത്തുക്കളെ, ഹല്ലേലൂയ, ഒന്നും അവരുടെ ഒരു പ്രയത്നവും നിഷ്ഫലമായില്ല. Because God's power is perfected in weakness. അതിന് കാരണം എന്തുവാ? നമ്മളുടെ ബലഹീനതയിൽ, അവരുടെ ബലഹീനതയിലായിരുന്നു ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടത്. Oh, my dear friends, listen to this. നിങ്ങളിത് ശ്രദ്ധിച്ചു കേൾക്കണേ. The greatest power is not when we believe that what he can do. ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴല്ല, അതല്ല വലിയ ശക്തി. The greatest power is when we believe what he has done. മറിച്ച് ദൈവം എന്ത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അത് നമ്മൾ വിശ്വസിക്കുന്നതാണ് ദൈവശക്തി. You may not understand what I am telling you just now, my dear ഞാൻ friends. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിൽ പോലും ആകുന്നില്ലായിരിക്കും. But please reflect on this. പക്ഷെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ധ്യാനിക്കണം. Many times Paul in his letter says, don't you know. പൗലോസ് ലേഖനങ്ങളിൽ എഴുതിയപ്പം പല പ്രാവശ്യങ്ങൾ എഴുതി, നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ആവർത്തിച്ച് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. And you know the tragedy? ഏറ്റവും ദുഃഖകരമായ കാര്യം എന്തെന്നറിയാമോ? We don't even know. നമ്മൾ അറിയുന്നില്ല. How can we forgive unless we know that God has forgiven us? ദൈവം നമ്മളെ ക്ഷമിച്ചു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല എങ്കിൽ നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? We can't. നമുക്ക് പറ്റില്ല. It's impossible. അസാധ്യം. Don't you know that your body is the temple of the Holy Spirit? നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന്? Oh, I didn't know that. ഞാൻ അറിഞ്ഞില്ലല്ലോ. Why? എന്തുകൊണ്ട്? Because we don't even read the scriptures. ദൈവവചനം വായിക്കാത്തതും കൊണ്ട്. We're not paying attention to what God did for us in Christ Jesus. പിതാവായ ദൈവം യേശുക്രിസ്തുവിൽ നമ്മൾക്ക് വേണ്ടി ചെയ്തത് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയാതെ പോകുന്നു. But that is what Paul is telling to us in detail in all his letters, my dear friends. അത് തന്നെയാണ് പൗലോസ് ഓരോ ലേഖനങ്ങളിൽ നമ്മളോട് വിവരിച്ച് പറഞ്ഞു I pray that the eyes of your heart would be opened. ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. That you would see the greatness of his power towards us who believe. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്തെന്ന് നിങ്ങൾ കാണട്ടെ എന്ന് പൗലോസ് പറയുന്നു. The greatest power is not to believe what God can do. ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നതല്ല ഏറ്റവും വലിയ ദൈവശക്തി. What you cannot do, you tell me. നിങ്ങൾ പറ, ദൈവത്തിന് എന്തൊക്കെയാ ചെയ്യാൻ പറ്റാത്തത്? At times I hear some preachers preach and I am astounded. ചില വലിയ പ്രസംഗികർ കേൾക്കുമ്പോൾ ചില പ്രസംഗിക്കുമ്പോൾ ഞാൻ കേട്ട് ഞെട്ടിപ്പോകാറുണ്ട്. ദൈവത്തിന് എല്ലാം ചെയ്യാൻ പറ്റും. God can do everything. നിന്റെ രോഗത്തെ ദൈവത്തിന് മാറ്റാൻ പറ്റും. God can heal you of this sickness. അത് പുതിയതായിട്ടെല്ലാം നമ്മൾ അറിയിക്കുകയാണോ ദൈവത്തിലോട്ട്? Is there something new that we are hearing about God? എൻ്റെ സഹോദരികളെ, സഹോദരന്മാരെ, My brothers and sisters, ഈ ഒറ്റ വാക്കുകൊണ്ട് ഈ ഭൂമി മൊത്തം സൃഷ്ടിച്ച ആള്, God who created the whole universe with one word. പാടുപെട്ടാണോ നമുക്ക് സൗഖ്യം തരേണ്ടത്? Is it too difficult for God to give us healing? പറയാൻ നാണമില്ലേ? Aren't we ashamed when we say things like this? What can he not do?
ദൈവം നമ്മൾക്ക് വേണ്ടി ദൈവം എന്താ ചെയ്യാത്തത്? എന്നോട് കേട്ടു, ആരാണ്ട് അങ്ങനെ പറയുന്നത് കേട്ടു, പുതിയ പണം വന്നു ആളുടെ പേഴ്സിൽ പൈസ കയറി വന്നു. I heard somebody say suddenly money appeared inside somebody's purse. Have you heard about that? ഇല്ല, ആരും കേട്ടില്ലേ? അയ്യോ, ദൈവം അത്രയും പേരും ചെയ്യാൻ പറ്റി. എന്തോ പുതിയ നോട്ട് വരെ പേഴ്സിനകത്ത് ഇടാൻ ദൈവത്തിന് സാധിക്കും. Oh, God could do that much. He could make new notes and put it in the purse of a person. വേറെ ആൾ ചോദിച്ചാൽ അപ്പം ബാങ്കർക്ക് പ്രശ്നമില്ല, കാരണം ഈ പുതിയ നോട്ട് ബാങ്കർ ഉണ്ടാക്കിയാലല്ലോ, അപ്പോൾ ഇത് വന്നാൽ ആ പടെ പ്രശ്നമാവത്തില്ല. So another person asked, so the bankers will be in trouble because this note they did not make, somebody else made, no? അപ്പോൾ കണക്കെല്ലാം തെറ്റും ബാങ്കുകാർക്ക്. The accounts, everything will go wrong then for the bankers. Please, my dear friends, please. സുഹൃത്തുക്കളെ, നമ്മളുടെ ജീവിതം What is it ശ്രദ്ധിക്കണം. that God cannot do? ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തത് എന്താണുള്ളത്? That is not the greatest thing for us to understand. ഇത് മനസ്സിലാക്കുന്നത് അല്ല നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യം. The greatest thing to understand is for us to realize what God has done. പക്ഷെങ്കിൽ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത്, അതാണ് ദൈവശക്തി. The greatest miracle does not come to you directly, my dear friends. സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ അത്ഭുതം നമ്മളുടെ മേൽ യാദൃശ്യമായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞു വീഴത്തില്ല. The greatest miracle comes only as you believe in what He has done. ഏറ്റവും വലിയ അത്ഭുതം നമ്മളിൽ വരുന്നത് എപ്പോഴാണെന്നറിയാമോ? അവൻ ചെയ്ത കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്. He says, you ask for a sign, but let me tell you, I will do no more sign. യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്നോടൊരു ചിഹ്നം ചോദിക്കുന്നു, പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനിയും ഞാൻ ചിഹ്നങ്ങളൊന്നും തരത്തില്ല. Except for the sign of the prophet Jonah. യോന പ്രവാചകന്റെ ചിഹ്നമല്ല. 3 days and 3 nights he was in the heart of the earth. 3 ദിവസവും 3 പകലും 3 രാത്രിയും ഭൂമിയുടെ അടിയിൽ And you will still not believe in what he has done for you. അത് കഴിഞ്ഞിട്ടും അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. Here we are, just like them, eagerly asking for more signs. അവർ അന്ന് ചോദിച്ചതുപോലെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നും, ദൈവമേ ഒന്നുകൂടെ ചെയ്തേ, ഒരു ചിഹ്നം കൂടെ കാണിച്ചേ എന്ന് പറഞ്ഞ് നമ്മളും ഇരിക്കുന്നു. And God is saying to us, don't you know, don't you know? ഇന്ന് ദൈവം നമ്മളോട് വിളിച്ചു പറയുവാ, നിങ്ങൾ അറിയുന്നില്ലേ എന്ന്. Which is bigger, my dear friends? You tell me. ഏതാണ് വലുത് സുഹൃത്തുക്കളെ? നിങ്ങൾ എന്നോട് പറ. The power of the physical miracle or the power of an indestructible life? കാണപ്പെടുന്ന ഒരു അത്ഭുതമാണോ വലുത്, അതോ നശിക്കപ്പെടാത്ത ജീവനാണോ വലുത്? ഏതാണ് വലുത്? നിങ്ങൾ പറ. Oh, let us not be satisfied with what we see. കാണുന്ന കാര്യങ്ങളിൽ തൃപ്തിയുള്ളവരായി നമ്മൾ ഒതുങ്ങരുത്. Let us say, oh Lord, open my eyes to see more of Jesus. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ യേശുവിനെ കൂടുതൽ കാണാനായിട്ട് പിതാവേ എൻ്റെ കണ്ണ് തുറക്കണമേ. The saints of old saw Jesus and they were satisfied. പഴയ വിശുദ്ധന്മാര് യേശുവിനെ കണ്ട് അവർ തൃപ്തിയുള്ളവരായിരുന്നു. They said, no more, oh Lord, no more, it is enough. അവർ പറഞ്ഞു, മതി കർത്താവേ, ഞങ്ങൾ കണ്ടു, മതി. We will gladly give our lives to you. ഓ, ഈ കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ എൻ്റെ ജീവിതം മുഴുവനും ഞാൻ നിനക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞു. There were times in my life too when I had to say, Lord, I have seen enough. എൻ്റെ ജീവിതത്തിലും ചില സംഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ മതി, കണ്ടത് മതി എന്ന്.
There is no greater glory than when God opens our eyes to see what He has given us. ദൈവത്തിൻ്റെ ജനം ദൈവം അവർക്ക് കൊടുത്ത കാര്യങ്ങൾ കണ്ട് ഒന്ന് എഴുന്നേൽക്കുന്ന സമയങ്ങളാണ് അത്ഭുതമായ സമയങ്ങൾ. Oh, my dear friends, let's boast in what He has done for us. സുഹൃത്തുക്കളെ, അവൻ നമ്മൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ നമുക്കൊന്ന് പ്രശംസിക്കാം. So that now we are free to love as God wants us to love. അങ്ങനെ ദൈവം നമ്മളെക്കുറിച്ച് സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരായി നമുക്ക് സ്നേഹിക്കാം. Can we pray, please? നമുക്ക് പ്രാർത്ഥിക്കാം. Father, we come to your presence this afternoon time. ഇന്ന് ഉച്ച സമയത്ത് പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ. Oh, your kingdom is here and yet it is not here. അങ്ങയുടെ രാജ്യം ഇവിടെ ഉണ്ട്, എന്നാൽ പൂർണ്ണതയിൽ വന്നിട്ടില്ല. Jesus, യേശുവേ, truly you have done everything for us. വാസ്തവമായിട്ടും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്ത് തന്നു കഴിഞ്ഞു. There is nothing greater for us to receive from you, O God. ഇനിയും ഇതിനെക്കാട്ടിലും വലുതായിട്ട് പ്രാപിക്കാൻ എന്ത്? If only our eyes could be opened to see the greatness and the beauty of the gospel of Jesus. യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ വലുപ്പവും അതിൻ്റെ ആ സൗന്ദര്യവും ഒക്കെ കാണാൻ ഞങ്ങളുടെ കണ്ണൊന്ന് തുറന്നു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Oh Lord, കർത്താവേ, ഓ ജീസസ്, open my eyes, open our eyes. truly there is so much to boast in the work of the cross. ക്രൂശിനെ കുറിച്ച് പ്രശംസിക്കാൻ വാസ്തവമായിട്ടും ഒത്തിരി അധികം ഉണ്ട്. Because that's the only place where we can say no to sin. എന്തെന്ന് വെച്ചാൽ അവിടെ ആ ഒരു സ്ഥലത്ത് മാത്രമേ പാപത്തോട് വേണ്ട എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. Lord Jesus, we come to you. യേശുവേ, കർത്താവേ, അങ്ങയിലോട്ട് ഞങ്ങൾ വരുന്നു. We come and we say, Lord, you are our master, you are our savior. ഞങ്ങൾ അങ്ങയിലോട്ട് വന്ന് ഞങ്ങൾ പറയുന്നു, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ യജമാനൻ, അങ്ങ് ഞങ്ങളുടെ കർത്താവ്. This hands belongs to you, this feet belongs to you, everything belongs to ഈ you. കരങ്ങൾ, ഈ കൈകൾ അങ്ങയുടേതാണ്, ഈ കാലുകൾ അങ്ങയുടേതാണ്, ഞങ്ങളുടെ എല്ലാം അങ്ങയുടേതാണ്, അങ്ങാണ് അവകാശി. We want to taste of the powers of an age to come. വരാനുള്ള കാലത്തിന്റെ ശക്തി ഞങ്ങൾക്ക് രുചിക്കണം കർത്താവേ. We want to have power being perfected in our weakness. ഞങ്ങളുടെ ബലഹീനതയില് ശക്തി തികവായി വരുന്നത് ഞങ്ങൾക്ക് അനുഭവിക്കണം കർത്താവേ. We want to be satisfied with what you have done. അങ്ങ് ചെയ്ത കാര്യങ്ങളിൽ തൃപ്തിയുള്ളവരായിട്ട് ഞങ്ങൾക്ക് ജീവിക്കണം. Thank you, Lord. നന്ദി കർത്താവേ. Give you glory and praise for everything. എല്ലാ കാര്യത്തിനു വേണ്ടിയും അങ്ങേക്ക് മഹത്വവും സ്തുതിയും തരുന്നു. May we taste of true deliverance and true freedom. വാസ്തവമായിട്ടുള്ള വിടുതലും വാസ്തവമായിട്ടുള്ള സ്വാതന്ത്ര്യവും ഞങ്ങളൊന്ന് രുചിക്കട്ടെ. Amen. ആമേൻ.